കഴിഞ്ഞ മാസം 29-ാം തീയതി എറണാകുളത്തെ സെൻട്രൽ പോലീസ് ഹണി ട്രാപ്പ് കേസിൽ കൊച്ചിയിലെ ഒരു വ്യവസായിയെ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ചതിന് ഒരു യുവതിയെയും അവരുടെ ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഇവരെ റിമാൻഡ് ചെയ്യാനായി കോടതിയിൽ ഹാജരാക്കി. പക്ഷേ കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചു. അതായത് വാദി പ്രതിയാകുന്ന അവസ്ഥ. കോടതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ യുവതിയുടെ അഭിഭാഷകന് സാധിച്ചു. അതുകൊണ്ട് തന്നെ കോടതി ചില സംശയങ്ങൾ രേഖപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചത്. ഈ കേസിലെ യുവതിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് കൃത്യമായി ജനം ടി വിയോട് വിശദീകരിക്കുന്നു. എന്താണ് ശരിക്കും ഈ കേസിന് ആധാരം? എന്താ മണി, പവർ, ഇൻഫ്ലുവൻസ്, ഇത് ചുരുക്കം ചിലവർക്ക് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ്. അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ഈ പറഞ്ഞ പോലെ തന്നെ ആടിനെ പട്ടിയോ ആക്കാം. അതിനിരയായ ഒരാളാണ് ഞാനും എൻ്റെ ഭർത്താവും. ഞാൻ വേണുഗോപാലകൃഷ്ണൻ്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റായി 1 കൊല്ലം 5 മാസം. അതായത് ലിറ്റ്മസ് സ്ഥാപനത്തിൻ്റെ അതെ, ലിറ്റ്മസ് 7 സിസ്റ്റംസ് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ CEO ആൻഡ് ഫൗണ്ടർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആയിട്ട് 1.5 വർഷം, കഴിഞ്ഞ ഫെബ്രുവരി 14, 2024 ടു എന്നെ ടെർമിനേറ്റ് ചെയ്ത ദിവസം ജൂലൈ 11, 2025 വരെ ഐ വാസ് എസ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്. ഞാനിത് പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ ഞാൻ ഇൻ്റർവ്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. കണ്ടിന്യൂസ്ലി ഈ 1.5 കൊല്ലമായിട്ട് ഈ പറഞ്ഞ സെക്ഷുവൽ ഹറാസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയാണ്, വേണു ആസ് എ ബിസിനസ്മാൻ, ആസ് എ വിഷണറി, ഇതൊക്കെ വേണു ഇസ് പെർഫെക്റ്റ്. പക്ഷെ വേണു ഹാസ് അനദർ സൈഡ്. ഹീസ് എ സെക്ഷുവൽ പെർവേർട്ട്. അതെനിക്കിപ്പോൾ ഓപ്പണായിട്ട് എനിക്ക് അങ്ങനെ പറയാൻ തക്കതായ എല്ലാ പ്രൂഫ്സും കാര്യങ്ങളും എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ടാണ് ഐ എം ഓപ്പൺലി ക്ലെയിമിങ് ഹീസ് എ സെക്ഷുവൽ പെർവേർട്ട്. സെക്ഷുവൽ ആയിട്ടുള്ള ചാറ്റ്സ് എനിക്ക് അയക്കുക, പോൺ വീഡിയോസ് അയക്കുക, സെൽഫ് മാസ്ട്രുബേറ്റിംഗ് വീഡിയോസ് അയക്കുക, ഫോൺ സെക്സ്, ഓൾവേസ് ഡിമാൻഡിങ് ഫോർ ഫോൺ സെക്സ്. ഓഫീസിൽ തന്നെ പുറത്തുള്ള എനിക്ക് കോമൺ ആയിട്ട് അറിയുന്ന ആൾക്കാർ, ഏതെങ്കിലും ഒരു ലേഡി ആണെങ്കിൽ ഓർ മേ ബി ജെൻസ് ആയിരിക്കാം, അവരോട് സംസാരിക്കൂ, അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ബ്രിങ് ഇൻ ദം ഫോർ ത്രീസം. ആളുടെ തന്നെ ഒരു കസിൻ ഉണ്ട്, അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫാണ്, ആളെ കൊണ്ടുവരാം, എനിക്കൊരു ഫോസം, ത്രീസം. ഇതൊക്കെയാണ് വിയേർഡായിട്ടുള്ള ഫാൻറ്റസീസ്. ദാറ്റ്സ് വൈ ഐ എം ഓപ്പൺലി കോളിങ് ഹിം എ സെക്ഷുവൽ പെർവേർട്ട്. ഇതിലൊന്നും സക്കംബ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ഓൾ ത്രെറ്റ്സ് മാത്രമല്ല, ഓപ്പൺലി ഹീസ് ഓൾസോ റെഡി ടു സേ സോറി. എൻ്റെ അടുത്ത് സോറി പല പ്രാവശ്യം പറയും, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും ഇഫ് ദ മാറ്റർ എസ്കലേറ്റ്സ്. പിന്നീട് വൈഫും സെയിം ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു. പുള്ളിക്കാരിയും ഷീ ഈസ് ഓൾസോ വൺ ഓഫ് ദ വിക്ടിംസ് ലൈക്ക് ഐ ആം ഇൻ അനദർ വേ. ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല, ബിക്കോസ് ഹീസ് ദ CEO. എനിക്ക് ഇപ്പം ഞാൻ വേറൊരാളുടെ അടിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആളുടെ മുകളിലുള്ള ആളുടെ അടുത്ത് പോയിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. സേ ലൈക്ക് ഐ ഹാവ് എ മാനേജർ, എനിക്ക് അതിൻ്റെ മുകളിലുള്ള ഒരു മാനേജറുടെ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ HR-നോട് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനു മുകളിൽ ഇരിക്കുന്ന വൈഫിനോട് റിപ്പോർട്ട് ചെയ്യാം. ഇത് CEO തന്നെയാണ്, ടോപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഞാൻ ആളുടെ അടിയിൽ ഡയറക്റ്റിംഗ്, എൻ്റെ റിപ്പോർട്ടിംഗ് മാനേജർ ആളാണ്. ഞാൻ ആരോട് പോയി കംപ്ലയിൻറ്റ് ചെയ്യും? ആരോട് പോയി കംപ്ലയിൻറ്റ് ചെയ്താൽ എന്ത് സിസ്റ്റമാണ് എനിക്ക് വർക്ക് ചെയ്യുക? അപ്പം ഞാൻ ഇതൊന്നും ട്രൈ ചെയ്യാത്തോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊന്നും കൂടെ പോരാണ്ട് ബിസിനസ് ട്രിപ്സ്. ഇതിൽ പലരും, ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചു, എന്തിനാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇയാളോടൊപ്പം പോയത്? ഞാൻ ഒറ്റയ്ക്കൊന്നും ആരോടും കൂടെ പോയിട്ടില്ല. ബിസിനസ് ട്രിപ്സ് വിച്ച് ഇൻക്ലൂഡ്സ് എ സെറ്റ് ഓഫ് പീപ്പിൾ. മൂന്നാർ പോയിട്ടുണ്ട്, സിംഗപ്പൂർ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഐ ഹവ് ബീൻ എ വിക്ടിം to sexual harassment in one way or the other. There are people who cooperate with him. എനിക്ക് സ്ഥാപനത്തിനകത്ത് തന്നെ, ഞാനിപ്പോൾ പേരുകൾ ഞാൻ പറയുന്നില്ല, സമയം വരുമ്പോൾ എനിക്കത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് ടു ഡിസ്ക്ലോസ് ദെയർ നെയിംസ് ഓൾസോ. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ബാക്കിയുള്ളവർ അനുഭവിക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് പറ്റാണ്ട് പോഷൽ കൊടുത്ത് അല്ലാണ്ട് പറ്റാണ്ട് നിർത്തിപ്പോയവരും ഉണ്ട് ആ ഓർഗനൈസേഷനിൽ. ഓൾ ഫീമെയിൽ. ആ സ്ഥാപനത്തിനകത്തുള്ള
ഈ പീഡന പരാതികൾ അന്വേഷിക്കുന്ന കമ്മിറ്റി ഉണ്ടല്ലോ, ഉണ്ട്. ആ കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ട് നടപടിയൊന്നും ഉണ്ടായി ഇല്ല. ഞാൻ ഇവരുടെ ആൾക്കാർ തന്നെയാണ്. അത് ഇന്റേണൽ കമ്മിറ്റിയാണ്. നമുക്ക് വലിയ ക്ലാസ് ഒക്കെ എടുത്തു തരും. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തൊട്ട് ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ലൈക്ക് ഇതൊരു വലിയ വി ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി എന്നുള്ളൊരു രീതിയിലൊക്കെയാണ്. നമുക്ക് അതിൻ്റെ ഒരു ഫോമൊക്കെ ഉണ്ട്. അതൊക്കെ ഇതായി കഴിഞ്ഞാൽ പാസ് കഴിഞ്ഞാൽ പോസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു, സോ ദാറ്റ് ലൈക്ക് നമ്മൾ അവെയർ ആണ് നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് ഒക്കെ. ഇന്റേണലി പോലും അവിടെ ആൾക്കാർ കളിയാക്കാറുണ്ട്. ഇതിന് സിഇഒന്റെ അഗേൻസ്റ്റ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പോലെ. കാരണം ഇതൊക്കെ ഇന്റേണലി തന്നെ സോർട്ട് ചെയ്യും. ഇതൊക്കെ അവിടെ ഒരു മെക്കാനിസം അവർ തന്നെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം ഞാൻ ഇതേപോലെ തന്നെ ഞാൻ വേണുവിന്റെ അടിയിൽ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ടോപ്പ് ടയർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാത്രമാണ് കൂടുതൽ കണക്ട്. റാദർ ദാൻ എനിക്ക് താഴെയുള്ള ആൾക്കാരായിട്ടൊന്ന് അക്വൈന്റൻസസ് വളരെ കുറവാണ്. ആ ഒരു ലെവലിൽ മാത്രമാണ് എനിക്ക് കൂടുതൽ. അപ്പൊ ഈ പോഷലും ഇരിക്കുന്ന വ്യക്തി ഇതിന്റെ ടോപ്പ് വ്യക്തി, അതുകൂടാണ്ട് HR ഇതുപോലെ ഇരിക്കുന്നവരുടെ അടുത്തും പറഞ്ഞപ്പോൾ ഫസ്റ്റ് ടൈം വെൻ ഐ കൺഫ്രണ്ടഡ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് കൺഫ്രണ്ട് ചെയ്തപ്പോൾ പോലും റിട്ടേൺ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ തരൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു ഒഫീഷ്യലി അല്ലേ കമ്മ്യൂണിക്കേഷൻ, കാരണം ഫസ്റ്റ് ടൈം ഐ ഡിഡ് നോ ലൈക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു സ്ത്രീയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി സംസാരിച്ചത്. കാരണം എവിടുന്നും ആൻസേഴ്സ് കിട്ടുന്നില്ല, എന്നെ റിലീവ് ചെയ്യുന്നില്ല, എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് മെന്റലി ടോർച്ചേർഡാണ് ബിക്കോസ് ഓഫ് ഓൾ ദിസ്. അപ്പോൾ റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് തരൂ എന്ന് പറഞ്ഞു. റിട്ടേൺ ആയി കംപ്ലൈന്റ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ, ഇരുന്ന് കൗൺസിലിംഗ് ആണ്, അഡ്വക്കേറ്റിംഗ് ഫോർ വേണു. അവർക്ക് അറിയാം, ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ അവരും എന്താ പറയാ, അവരുടെ നിവൃത്തികേടാണ്, പരസ്യമാണ്. അപ്പൊ എന്താ പറയാ, ഇല്ല ഇനിയൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. എന്താണ് ഇത്രയും എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ നമ്മളെ ഇമോഷണലി എങ്ങനെ നമുക്ക് നമ്മുടെ വീക്ക്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമ കളിക്കാൻ ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ബിക്കോസ് സ്ക്രിപ്റ്റ് ഇസ് റിട്ടൺ ബൈ വൺ പേഴ്സൺ. ഈ കമ്പനിയുടെ ഫുൾ സ്ക്രിപ്റ്റ് ആരാ എഴുതുന്നേ? ആ ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് അഗേൻസ്റ്റ് നമ്മൾ പോകുമ്പോൾ ഒന്നാമത് നമുക്ക് അഗേൻസ്റ്റ് ആണെന്ന് പോയി പറയാൻ പോലും പ്രശ്നമാണ്. ആദ്യം ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ ഭാര്യയുടെ പ്രതികരണം എന്തായിരുന്നു? സാധാരണ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പരാതി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോന്ന് തോന്നും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു റിബലിംഗ് തോന്നും, അല്ലെങ്കിൽ എന്താന്ന് തോന്നും. അവര് വളരെ കൂളാണ്. അവർക്ക് ഡസൻ മാറ്റർ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ്. അവർക്ക് അറിയാം. പക്ഷെ അവർക്ക് എന്താ, അവർക്ക് ഷീ ഹാസ് ടു പ്ലേ ഹെർ റോൾ ഇൻ ലൈഫ്, ഹെർ റോൾ ഇൻ ദ ഓർഗനൈസേഷൻ, ഹെർ റോൾ ആസ് എ COO. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? അവ കേൾക്കും, എന്നിട്ട് ആൾക്ക് വേണ്ടിയിട്ട് അപ്പോളജി പറയും. ഇത് തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടായത്. ഇപ്രാവശ്യം അതിലേക്ക് തന്നെയാണ് ഉണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് വളരെയധികം അഗ്രിവേറ്റ് ആയി വൃത്തികെട്ട ലെവലിൽ പോയി തുടങ്ങി. മാക്സിമം ഞങ്ങളുടെ കടപ്പുറ രംഗങ്ങൾ ആൾക്ക് അയച്ചു കൊടുക്കണം. 1 അല്ല 2 പ്രാവശ്യം എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ചാറ്റിൽ കിടപ്പുണ്ട്, എന്തുകൊണ്ട് അത് തരുന്നില്ല, അത് ഒരെണ്ണം ഫിലിം ചെയ്താൽ എന്താ. അതുപോലെ തന്നെ എനിക്ക് ഐ വോണ്ട് ടു വാച്ച് യു പീപ്പിൾ ഹാവിങ് സെക്സ്. വളരെ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ പറയാൻ. പക്ഷെ നടന്ന കാര്യം ഇങ്ങനെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇത് ഇനി അഗൈൻ ഇറ്റ് വിൽ ഗെറ്റ് റിപ്പീറ്റഡ് ടു സംബഡി എൽസ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ ഓർ ഔട്ട്സൈഡ്. ഐ വോണ്ട് ടു നോ, ഇംഗ്ലീഷിൽ അയച്ചതുകൊണ്ടാണ് ഇംഗ്ലീഷ് കൊണ്ട് തന്നെ പറയുന്നത്. ഐ വോണ്ട് ടു നോ ഹൗ യു ഡു ഓൺ ഹിം. ഇതാണ് എക്സാക്ട് വേർഡ്സ്. ആ ചാറ്റിലുണ്ട് ഇതൊക്കെ. ഇങ്ങനത്തെ വൃത്തികെട്ട ചാറ്റ്സ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കോൺവെക്കേഷന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്, ഓസ്ട്രേലിയയിലേക്ക് പോവാണ് എൻ്റെ മോൻ്റെ കോൺവെക്കേഷന് വേണ്ടിയിട്ട്. ഹി നോസ് ഞാൻ ഒറ്റയ്ക്കാണെന്നറിയാം. എൻ്റെ ഭർത്താവ് ട്രാവൽ ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പമാണ് ട്രാവൽ ചെയ്തത്. എൻ്റെ അനിയൻ ഫാമിലി ഒക്കെ അവിടെ സെറ്റിൽഡ് ആണ്. എൻ്റെ മോൻ്റെ കോൺവെക്കേഷനും അവിടെയാണ്. അപ്പോൾ ഈ 14 ദിവസം ഞാൻ അവിടെയാണെന്നറിയാം. ഞാൻ ലീവാണ് പോയി ചോദിച്ചത്. ലീവ് ചോദിച്ചപ്പോൾ പറഞ്ഞു ലീവ് ഒന്നും വേണ്ട, നീ വർക്ക് ഫ്രം ഹോം ഇട്ടോ എന്ന്. അപ്രൂവലും ആള് തന്നെയാണ്, എല്ലാം ആളുടെ തന്നെയാണല്ലോ. ഇതൊക്കെ ഒഫീഷ്യലി ഉണ്ടല്ലോ, ഡോക്യുമെന്റ്സ് ഉണ്ട്. ആള് തന്നെ അപ്രൂവ് ചെയ്യുന്നു, ലാപ്ടോപ്പ് അപ്രൂവ് ചെയ്യുന്നു. സോ ദാറ്റ് ലൈക്ക് ഇപ്പൊ ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം. ഒരു റീസൺ ഇല്ല. ലീവ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കാം. ബിക്കോസ് എവറി ഡേ വി ഹാവ് ടു കീപ് ഇൻ ടച്ച്. എൻ്റെ റോൾ അതാണ്. അവിടെ പോകുന്നു, അവിടെ പോയാലും ഇത് തന്നെ കണ്ടിന്യൂസ് മെസ്സേജസ്. ഫൈൻ സം ഓസ്ട്രേലിയൻ, ആളുടെ കൂടെ പോയിട്ടുള്ള വീഡിയോ അയക്കേ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഐ എം സോ ഹോണി ഇൻ ദ മോർണിംഗ്, എനിക്ക് ഐ വോണ്ട് ടു ഡു ഓൺ യു. ലിറ്റ്മസ് എന്ന് പുറത്ത് പോണതിന് മുമ്പ് ലൈക്ക് വി ഷുഡ് മീറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും വി ഷുഡ് ഹാവ് സെക്സ്. ഇതിൻ്റെ ഒക്കെ പുറമെ ഇതൊക്കെ നമുക്ക് സഹിക്കാം, നമുക്ക് ഇഗ്നോർ എന്നുള്ളൊരു മോഡിലിടാം. ആളുടെ തന്നെ സെൽഫ് മാസ്ട്രുബേഷൻ വീഡിയോസ് എത്ര പ്രാവശ്യം. ഇത് ഇപ്രാവശ്യം പോയപ്പോൾ കൂടി അത് ഭയങ്കര വൾഗറായിട്ടുള്ള എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ അതും ഉണ്ട്. ഇതും കൂടെ ആയപ്പോൾ ഐ വാസ് മെന്റലി ടോർച്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ നിർബന്ധിച്ച് സെക്സ് ചാറ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. ഇല്ലെങ്കിൽ സെയിം സ്റ്റോറി റിപ്പീറ്റ്സ്. ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും. വി ആർ ഫോഴ്സ്ഡ് ടു ഡു തിങ്സ്. ഒന്ന് കേട്ടോണ്ടിരുന്നാൽ മതി. ഞാൻ പറയുന്നത് കേട്ട ആളുടെ ലീലാവിലാസങ്ങൾ മുഴുവൻ. ഈ കമ്പനി മാറ്റേഴ്സിനെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല ഇയാൾ. കമ്പനി മാറ്റർ അതാ ഞാൻ പറഞ്ഞേ, ആൾക്ക് 2 സൈഡ് ഉണ്ട്.
കമ്പനി സൈഡ് വരുമ്പോൾ ഹീസ് എക്സ്ട്രീംലി പ്രൊഫഷണൽ. അത് വേറെ സൈഡ് ഓഫ് വേണു. അത് ഒരാൾക്കും ഒന്നും പറയാനില്ല, എനിക്ക് പോലും ഒന്നും പറയാനില്ല. വേണു ഇസ് 110% അതില് പെർഫെക്റ്റ്, അതിലൊന്നും പറയാനില്ല. അപ്പൊ നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല ആൾക്കാർ. ഹീസ് എ വെരി ഗുഡ് ആക്ടർ ടു. ഇത് രണ്ടാമത്തെ സൈഡാണ്. ഇത് പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ ആളുടെ ടൈം വെൻ ഇറ്റ് സക്കംസ് ടു ഇതിലേക്ക് ഈ മോഡ് സ്വിച്ച് ഓൺ ആവും. ഇതിലും നിൽക്കണം അതിലും നിൽക്കണം. അതിൽ നിൽക്കുമ്പോൾ പ്രൊഫഷണൽ, ആള് സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന പോലെ നമുക്ക് പറ്റുമോ? അപ്പൊ ഇങ്ങനെ പരാതി കൊടുത്ത സമയത്ത് വേണു അത് അറിയുന്നു. വേണു പിന്നെ എന്താ? ഇല്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ തുറന്നു പറഞ്ഞു. എനിക്ക് കാരണം കല്യാണം കഴിഞ്ഞപ്പോ 6 മാസം ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ എനിക്ക് ഞാനും വളരെ വൾണറബിൾ ആയുള്ള ഒരു മൊമെന്റിൽ ഇരിക്കുമ്പോൾ ഞാൻ അവളോട് എല്ലാം പറഞ്ഞു. അപ്പൊ വി ഹാഡ് അവർ ഓൺ ഫൈറ്റ്സ്. എന്തുകൊണ്ട് നേരത്തെ നീ പറഞ്ഞില്ല? ഹി വാസ് ഫ്യൂറിയസ്. എന്തുകൊണ്ട് ഇത്? പിന്നെ ഈ ചാറ്റ്സും ഞാൻ എല്ലാം അയച്ചു കൊടുത്തു. അന്നത്തെ ചാറ്റ് വാട്ട് എവർ കെയിം, ഇത് കെയിം ഓൺ 7th ജൂലൈ. 7th ജൂലൈയുടെ ചാറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഇത് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ആള് എടുത്ത വഴിക്ക് ആസ് എ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഓൺ ഫൈറ്റ്സ് കഴിഞ്ഞ പിന്നെ, കാരണം ഞങ്ങളുടെ ഓൺ ഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെതായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാണ്ടോ കാര്യങ്ങളോ അല്ല, ഇത് എന്തായാലും റെസിഗ്നേഷൻ കൊടുത്തില്ല, ഇത് കഴിഞ്ഞു പോകും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അത് May 15th ഞാൻ റെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. 2 മാസം നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ പാസ്റ്റ് ചാപ്റ്റർ ഇൻ മൈ ലൈഫ് എന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞു. ആള് കൂൾ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉടനടി ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സോഷ്യൽ മീഡിയയിലെ ആളെ ഒക്കെ ബ്ലോക്ക് ചെയ്യുക. രണ്ടാമത്തെ തിങ്, നീ സ്ട്രേറ്റ് ടു വേണു നീ മെസ്സേജ് അയക്കുക. 17ാം തീയതി നീ തിരിച്ചെത്തും. 18ാം തീയതി യു ഷുഡ് ബി റിലീവ്ഡ് ഓഫ് ഓൾ യുവർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കുക. തേർഡ് തിങ്, പോഷ് കമ്മിറ്റി അവിടെ ഉണ്ടല്ലോ, നിനക്ക് ആരാന്നറിയാലോ, അവർക്കും ഒരു റിട്ടേൺ കംപ്ലൈന്റ്, റിട്ടേൺ അല്ല ത്രൂ മെയിൽ, കാരണം ഞാൻ ഓസ്ട്രേലിയയിൽ, എനിക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല, അയക്കേ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ സെയിം ടൈം ഹീ ബീങ് എ ഹസ്ബൻഡ്, ആള് വെൻ ഹി ഗോട്ട് ഫ്യൂരിയസ്, ആളുമാരെ എന്താ ഒരു ഹസ്ബൻഡ് നിലയിൽ വൈഫിനെ വിളിച്ചു, കണ്ടു, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സാധനങ്ങളുമാണ് കാണിച്ചേക്കുന്നത്. ആൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. എഗെയിൻ സെയിം കോൾഡ് അപ്രോച്ച്, എല്ലാം അറിയാം. ഒരു 10 പ്രാവശ്യമെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്, കാരണം നികിതേച്ചി എന്നാണ് വിളിക്കാറ്, ഞങ്ങൾ അവരുടെ വീട്ടിൽ ഡിന്നറിന് പോയിട്ടുണ്ട്. അപ്പോൾ സെയിം നാട്ടുകാരാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ സെയിം നാട്ടുകാരാണ്, കോമൺ ആയിട്ടുള്ള കുറേ പേരുണ്ട്. നികിതേച്ചി എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പോലും വിളിക്കാറ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണി ഇത് ഒരു വലിയ പ്രശ്നമാക്കരുത് ഇത്. അപ്പോൾ ആള് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് വേണുവിനെ കാണണം, എനിക്ക് വേണുവിനെ കണ്ടേ പറ്റൂ. ആ സമയത്ത് ആളുടെ മൈൻഡ് സെറ്റ് എനിക്ക് 2 കൊടുത്തേ പറ്റൂ. എ നോർമൽ ഹസ്ബൻഡ് റിയാക്ഷൻ. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ സോബർ ഡൗൺ ചെയ്യാം, നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യല്ലേ, വെറുതെ വേണ്ട. അപ്പം എൻ്റെ അടുത്തും പറഞ്ഞു, ലാപ്ടോപ്പ് നീ അല്ല തിരിച്ചു കൊടുക്കാൻ, ഞാനും കൂടെ വരും, നമ്മൾ 2 പേരും കൂടെ ഒരുമിച്ച് തിരിച്ചു കൊടുക്കും. എനിക്ക് ഇതിന് അവനെ കണ്ടേ പറ്റൂ. അവൻ തന്നെയാ പറഞ്ഞു, അവനെ കണ്ടേ പറ്റൂ. ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറയാണ്. ഇത് ഞാൻ തിരിച്ചു വരുന്ന വരെ ഇത് തന്നെയാണ്. അപ്പോൾ ആളുടെ ഭാര്യനെ പോയി കണ്ടു. ഭാര്യനെ പോയി കണ്ടു. അതേപോലെ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്ന സ്റ്റാഫ്സ് ഉണ്ടല്ലോ, ഹൂ ആർ മൈ ഫ്രണ്ട്സ് സ്റ്റാഫ്സ്, ആളും കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ട്. അവരോട് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കുറച്ച് പിള്ളേർ ഈ പറയുന്ന പോലെ തന്നെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആ കുട്ടി ആളെ കരയ ചെയ്തേ, ബിക്കോസ് ഷീ വാസ് ഓൾസോ വൺ വിക്ടിം ഹു വാസ് യൂട്ടിലൈസ്ഡ്. ഇത് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ കോമൺ കണക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ വിളിച്ചപ്പോൾ ആ കുട്ടി കരയാണ് ചെയ്തത്. ഇതിൽ നമുക്കൊന്നും പറ്റുന്നില്ല. പിന്നെ കുറച്ച് സ്റ്റാഫ്സിന്റെ മെസ്സേജസ് പോലും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇയാളൊരു കോഴിയാണെന്ന് നമുക്കറിയാം, നമുക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി പേടിയ. എല്ലാവരുടെയും ആള് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു കടിഞ്ഞാണ് അതാണ്. നമുക്ക് ജോലി പോയാൽ എന്താവും, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ നമുക്ക് വേറെ എവിടെയും ജോലി കിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ട്രാപ്പിലും കൂടെ പെടുത്തി കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം നശിപ്പിക്കാനുള്ള എല്ലാ ആയുധങ്ങളും ഉണ്ടല്ലോ. ഈ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ടായിരുന്നു. എനിക്കും ഇതിന്റെ 100 ഇരട്ടി എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു പൊസിഷനിലാണ് ആളുടെ അടിയിൽ ഇരിക്കുന്നത്. എനിക്ക് ഇന്റേണലി ആളുടെ പേഴ്സണൽ പ്രൊഫഷണൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ആള് ഞാൻ. എനിക്കറിയാം ആളുടെ ലൈഫ് ഇൻ ആൻഡ് ഔട്ട്, എനിക്കറിയാവുന്ന ആള് ഞാൻ. ഇതൊക്കെ കഴിഞ്ഞ് ഇത് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇതൊന്ന് ഫ്ലാഷ് ആയപ്പോൾ ആള് ഓഫീസിൽ വരാണ്ടായി. ഞാൻ അറസ്റ്റ് ചെയ്യുന്ന ദിവസം വരെ ആൾ ഓഫീസിൽ കയറിയിട്ടില്ല. എന്തിനാ ആൾ ഓഫീസിൽ നിന്ന് പോയിന്ന് എനിക്ക് അറിയില്ല. ഞാൻ വരുന്നതിന്റെ തലേ ദിവസം വരെ എന്നെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു.
ആസ്കിങ് മീ ടു സോബർ ഡൗൺ, പ്ലീസ് സോബർ ഡൗൺ യുവർ ഹസ്ബൻഡ് എന്നായിരുന്നു ആദ്യത്തെ മോഡ്. പിന്നെ ത്രട്ടനിങ് ആയി, നീ അവനെ വിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, എനിക്കും അറിയാം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം, മര്യാദയ്ക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതും വഴി നോക്ക്, അതല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ലോസ് ആണെന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് അയച്ചോ, മെയിൽ അയക്ക്. എന്നെ കൊണ്ട് മെയിൽ അയപ്പിച്ചിട്ടുണ്ട് ലാപ്ടോപ്പ് ലോസ് ആയി എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് എനിക്കൊരു ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ അവിടെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കിത് സോബർ ഡൗൺ ചെയ്ത് പോകണം എന്നായിരുന്നു. കാരണം വെറുതെ എനിക്കറിയാം ഇതിന്റെ എന്ത് റിപ്പർക്കഷനാ വരാമെന്ന് എനിക്കെന്നറിയാം. ഹി ഈസ് വൺ പവർഫുൾ മാൻ. എനിക്കറിയാലോ, ഞാൻ 1.5 കൊല്ലമായിട്ട് കാണുന്നതാ. എനിക്ക് ഐ നോ ദിസ് സൈഡ് ദാറ്റ് സൈഡ്. അങ്ങനെയാണ് സെറ്റിൽമെന്റിന്റെ ഇതിലേക്ക് വരുന്നത്. ഇതിലൊരു സെറ്റിൽമെന്റ് എന്നുള്ള ഒരു വേർഡ് വന്നിട്ടേ ഇല്ല. ഇറ്റ് വാസ് മ്യൂച്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു, ഈ സിറ്റുവേഷൻ സോബർ ഡൗൺ ചെയ്യുന്നു. കാരണം അങ്ങോട്ടേക്ക് 4 പറയണം എന്ന് പറഞ്ഞിട്ടാണല്ലോ എൻ്റെ ഭർത്താവ് നിൽക്കുന്നേ. വേണുവാണെങ്കിൽ കാണാൻ താല്പര്യമില്ല, ഇതങ്ങനെ ഒതുങ്ങിപ്പോക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വേണു നിൽക്കുന്നു. അവസാനം എൻ്റെ ഭർത്താവ് പറഞ്ഞു, കാണാതെ ഇത് അവസാനിക്കില്ല, ഞങ്ങൾ അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കും. അപ്പോൾ വേണുവും നികിതയും ഞാനും എൻ്റെ ഭർത്താവും കൂടെ 4 പേരും കൂടെ കണ്ട് ഇതിന് പബ്ലിക്കായിട്ട് അവളുടെ അടുത്ത് ഒരു അപ്പോളജി, ഹി ഓവ്സ് ആൻ അപ്പോളജി ടു മൈ വൈഫ്. ഇത് ചെയ്തതിന് ഒരു അപ്പോളജി പറയണം. ആദ്യം പറഞ്ഞിരുന്നത് ഓഫീസിൽ വെച്ച് പറയണം എന്നാണ്. പിന്നെ അതൊക്കെ മാറ്റി, അതാണ് ഈ മീഡിയേഷൻ മീറ്റിംഗിൽ ഉണ്ടായ ആകെ കൂടുതലുള്ള ഒരു സംഭവം. എന്നിട്ട് പറഞ്ഞു ഇവരെ ട്യൂസ്ഡേ കൊണ്ടുവരാമെന്ന് പറയുന്നു, എനിക്ക് എൻ്റെ സാലറിയുടെ ബാക്കി കാര്യങ്ങളും ഒക്കെ സെറ്റിൽ ചെയ്ത് തരാമെന്ന് പറയുന്നു, ഏൺഡ് ലീവ് ഉണ്ട്, സാലറിയുടെ ബാക്കി, പിന്നെ ബാക്കിയുള്ള യൂഷ്വൽ എക്സിറ്റ് ഡോക്യുമെന്റ്സ്, ഇതൊന്നും ഓഫീസിൽ വേണ്ട, കാരണം ഓഫീസിൽ എല്ലാവരും അറിഞ്ഞ ഒരുമാതിരി ആയല്ലോ, അപ്പൊ നമുക്ക് പുറത്ത് വെച്ച് ഇത് ചെയ്യാമെന്ന് പറയുന്നു. ട്യൂസ്ഡേ വരുന്നു, ഈ പറഞ്ഞ ബിമൽ എന്ന് പറഞ്ഞ ഡയറക്ടർ വരുന്നു, ഇരിക്കുന്നു. 5 മിനിറ്റിൽ ആടുപട്ടിയായ കഥയാണിത്. 5 മിനിറ്റിൽ. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ കുറ്റബോധം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാരണം കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് അതിലേക്ക് വന്നത്. അല്ലെങ്കിൽ ആ കംപ്ലൈന്റ് ആ മൺഡേ കൊടുക്കണ്ട, 28-ാം തീയതി ഞങ്ങൾ കൊടുക്കാനിരുന്നതാ. എൻ്റെ അച്ഛൻ പറഞ്ഞു കോപ്പറേറ്റ് ആണ്, വെറുതെ നമ്മൾ എല്ലാ വേർഷനും നമ്മൾ എടുക്കൂലോ. എനിക്കും ആ പേടിയുണ്ട്, കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ലൈഫ് എന്താവും, ഈ പറഞ്ഞ പോലെ എന്തിന്, വൈ ഡു വി ഹാവ് ടു, അറിയാം ഇതൊക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാം. ഭർത്താവ് പറയണ്ടായിരുന്നു, ഇല്ല ഇനി നിന്റെ അടുത്ത് ചെയ്തത് മാത്രമല്ല ബാക്കിയുള്ളവരുടെ അടുത്തും ഇനി റിപ്പീറ്റേഷൻ നിൽക്കണം, വേൾഡ് ഷുഡ് നോ ഇതാണെന്ന് പറഞ്ഞിട്ട്. കാരണം അവനൊരു അപ്പോളജി പോലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഷുഡ് നോ, ഞാൻ ഐ വിൽ സ്റ്റാൻഡ് ബൈ യു എന്ന് പറഞ്ഞു അറിയണം എന്നാള് പറഞ്ഞിരുന്നു. ആളും അതന്നെ പറഞ്ഞു, ഞാനും ലൈഫിൽ ഇതൊന്നും കാണിക്കാത്ത ആൾക്കാരോ ഇതൊന്നും, എല്ലാ മനുഷ്യരും എല്ലാവർക്കും എല്ലാം ഉണ്ട്, പക്ഷെ ഇത് മാറി ഒരു ഹറാസ് ചെയ്തിട്ട് ഒരു ജോലി കൊടുക്കാം എന്നുള്ള ഒരു പേരിൽ ജോലിക്ക് ഹയർ ചെയ്ത് കഴിഞ്ഞിട്ട് വെൻ യു ഹറാസ് എ പേഴ്സൺ, ഇത് നമ്മൾ എന്ത് കാര്യത്തിലാണ് നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർ അങ്ങോട്ടേക്ക് അയക്കുക, ഇതാണ് ആള് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് വിളിച്ചു വരുത്തുന്നു, ഞാൻ കോഫി ഓർഡർ ചെയ്യുന്നു, ആളൊരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്യുന്നു, എക്സെപ്റ്റ് ഡോക്യുമെന്റ്സ് എടുക്കുന്നു, ഞാൻ സൈൻ ചെയ്യണമെന്ന് പറയുന്നു. അതേസമയം പറയുന്നു ആളുടെ വിറ്റ്നസ് ആയിട്ട് ആളുടെ ഒരു സിഗ്നേച്ചർ വേണമെന്ന് പറയുന്നു. അപ്പോൾ ആള് പറയുന്നു എന്തിനാന്ന് ചോദിക്കുന്നു. അതിന് പറയുന്നു ഇല്ല ഇത് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. വേണു എവിടെ, നികിത എവിടെ ചോദിക്കുമ്പോൾ കാറിലുണ്ട്, ഇപ്പൊ വരും എന്ന് പറയുന്നു. സൈൻ ചെയ്തതും വിളിക്കുന്നു, അവര് സൈൻ ചെയ്തു കേട്ടോ നിങ്ങൾ പോരേന്ന് പറയുന്നു. ബാക്കിൽ നിന്ന് പോലീസ് വരുന്നു, ഈ നാടകം അരങ്ങേറുന്നു. ഞങ്ങൾക്ക് രണ്ടുപേരും വളരെയധികം ഇതില് ഞങ്ങള് എന്നിട്ട് കോർട്ടിൽ ഹാജരാക്കിയപ്പോഴാണ്, ഈ ജഡ്ജിന്റെ മുന്നിൽ ഹാജരാക്കിയപ്പോഴാണ് ലോയർ പറഞ്ഞിട്ട് അറിയുന്നത് 20 കോടി 30 കോടി 10 കോടി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു, ഈ വക സ്റ്റോറീസ് ഒക്കെ. പക്ഷെ ഇതിനു മുമ്പും തന്നെ ഞങ്ങൾ തേഴ്സ്ഡേ കർക്കിടകവാവിന്റെ അന്ന് മീഡിയേഷൻ എന്നുള്ളൊരു പേരിൽ ഈ പറഞ്ഞ ബിമൽ എന്ന ഡയറക്ടറും എബി എന്ന ഫിനാൻഷ്യൽ ഹെഡും ജേക്കബ് എന്ന് പറഞ്ഞ HR ഹെഡും കൂടിയിട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തി. കഥയൊക്കെ നേരെ തിരിച്ചായി, ഞങ്ങൾ വിളിച്ചു വരുത്തി എന്നൊക്കെ ആയി. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തന്നെ അറിയാം, ആ താജിന്റെ ഹീസ് എ മെമ്പർ ഓഫ് ദ താജ്. CCTV മാത്രമല്ല, ബില്ല് മാത്രം ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യൂ, ആരുടെ പേരിലാണ് പേ ചെയ്തത്, ആരാണ്. എൻ്റെ ഹസ്ബൻഡ് പേ ചെയ്തിട്ടുണ്ട് ബില്ല്. താജിന്റെ പോയിന്റ്സ് യൂസ് ചെയ്തേക്കണത് ബിമലിന്റെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്നും പക്ഷെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അന്ന് അത് ഞാൻ വലിയ ഇതായിട്ട് എടുത്തില്ല, ബിക്കോസ് ഈ സിറ്റുവേഷൻ ഓവർ ഡൗൺ ഇതല്ലേ പോണേന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ത്രട്ടനാന്നുള്ളത് അറിയാം. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിന്റെ തെറ്റാണ്, നീ മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാണ്ട് നീ വേണുവിനെ സേഫ് ഗാർഡ് ചെയ്യാത്തത് നിന്റെ തെറ്റാണ്. എന്നെ നിന്റെന്നൊന്നും വിളിച്ചൊന്നും ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. ഹീസ് എൻ എൽഡർലി പേഴ്സൺ ഹൂം ഐ യൂസ് ടു റെസ്പെക്ട്. യെസ്. അപ്പോൾ ആൻഡ് വേണുവിന്റെ ഒരു വലിയ അഡ്വൈസറി. അപ്പൊ ഐ ഹാഡ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ഹിം. അതുകൊണ്ടാണ് ഞാൻ ആളോടും ഞാൻ പറഞ്ഞത്, ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനോടും ഞാൻ പറഞ്ഞത്, ബിക്കോസ് ഇത് അജിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുകയാണല്ലോ, അപ്പോൾ ഒന്ന് സോബർ ഔട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒരാൾ വരുന്നത് നല്ലതല്ലേ? കാരണം ആൻഡ് വൈ ഷുഡ്, വീണ്ടും അതൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമാണ്, അവരുടെ പേരിൽ ഒരു ഇതും ഇല്ല തെറ്റും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ തന്നെ ഡയറക്ടർ എന്തിനാണ് ഇങ്ങനെ ഒരു മീഡിയേഷൻ എന്നുള്ള ഒരു ഇറങ്ങണം? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നാൽ പോരെ? ഇതൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇത് വേണുവിനോടാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് ഒരു ഡയറക്ടർ വരില്ലല്ലോ?
ഇതിലൊരു 50,000 രൂപ അവർ അയച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇതിന്റെ ഒരു അഡ്വാൻസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തത്? അഡ്വാൻസ് ഒന്നും അല്ല, ഈ എനിക്ക് സാലറി സെറ്റിൽമെന്റ് മാത്രമല്ല ഈ 30 crores അഡ്വാൻസ് ആയിട്ട് വെറും 50,000 എന്നുള്ളതും അതും പെട്ടെന്ന് ഈ 30 crores ബുദ്ധിമുട്ടാണ്. ഈ 30 crores ഇപ്പൊ ചിരിയാണ് വരുന്നത്, എല്ലാം ഇപ്പോ കോമാളിത്തരമായിട്ടാണ് തോന്നുന്നത്. 30 crores ഒക്കെ നമുക്ക് ഡിമാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 30 crores പോട്ടെ 1 crore ഇപ്പോൾ എനിക്ക് ഡിമാൻഡ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ആ ഓർഗനൈസേഷനിലുള്ള സമയത്ത് തന്നെ വെൻ ഐ ആം ഹാവിങ് എനിക്ക് തന്നെ ഈ പറഞ്ഞ ഹണി ട്രാപ്പ് എനിക്ക് തന്നെ ചെയ്യായിരുന്നല്ലോ. വേറെ ലൈക്ക് ഐ ജസ്റ്റ് ഹാഡ് ടു കോപ്പറേറ്റ്. എന്നിട്ട് ഐ കുഡ് ഹാവ് ബ്ലാക്ക് മെയിൽഡ് ഹിം. നോ, എനിക്ക് ആരുടെയും സപ്പോർട്ടൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡിനെയും ഇതിൽ പിടിച്ചിരുത്തി ഇട്ട് ആളെയും കൂടെ കുടുക്കി. എന്നിട്ട് 1-ാം പ്രതി ഞാൻ, എനിക്ക് അഗേൻസ്റ്റ് ആ കംപ്ലൈന്റിൽ ഒന്നുമില്ല, എല്ലാം എൻ്റെ ഹസ്ബൻഡ് മിരട്ടി, ഹസ്ബൻഡ് ഇതാ ചെയ്തു അത് ചെയ്തു, എന്നിട്ട് ഞാൻ 1-ാം പ്രതി. അപ്പോൾ ഈ 50,000 രൂപയുടെ കേസ് എനിക്ക് സാലറി സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു, ഇനി ഞാൻ തിരിച്ചു കൊടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ ആ 29th കാണുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ടാലി ആക്കിയിട്ട്, കാരണം ഓഫീസിൽ ഇനി മീറ്റ് ചെയ്യണ്ട, കാരണം ഇത് വഷളായി തുടങ്ങി, ഞങ്ങളെയും വെറുതെ വിട്, നിങ്ങളും വെറുതെ ജീവിക്കും, അങ്ങനെയായിരുന്നു. ആൻ അപ്പോളജി വിൽ ബി ഗിവൺ ആൻഡ് ലെറ്റ് us finish this off എന്നായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് 28-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു 50,000 എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എൻ്റെ 50,000 വന്നിട്ടുണ്ട്, പക്ഷേ ഇത് പോരല്ലോ, ഒന്നാമത് ഐ ഹാഡ് മോർ ടു ഗെറ്റ്, ഇത് പോരല്ലോ. പക്ഷേ പ്ലസ് നികിതയുടെ അക്കൗണ്ടിൽ നിന്നാണ് വന്നേക്കുന്നത്, എനിക്ക് സാധാരണ എൻ്റെ സാലറി അക്കൗണ്ടിലേക്കാണ് വന്നേ, പക്ഷേ ലിറ്റ്മസിന്റെ അക്കൗണ്ടിൽ നിന്നല്ലേ വരണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞു ചിലപ്പോൾ ഇനി അവർ കമ്പനി അറിയാണ്ട് ചെയ്തതല്ലേ അതാ. അപ്പം ഞാൻ പറഞ്ഞു അപ്പോഴും 50,000 കുറവല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ബിമലിനെ വിളിക്കുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ ബിമൽ വിളിക്കുന്നു, എന്നിട്ട് ചോദിക്കുന്നു 50,000 ട്രാൻസ്ഫേർഡ് ആയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 50,000 ട്രാൻസ്ഫേർഡ് ആയി. അപ്പോൾ ബാക്കിയൊന്നും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ പേ ഇപ്പോൾ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ, ബാക്കിയുള്ളത് ഇതാവില്ല, അപ്പോൾ നാളെ തരാം. കൺവിൻസിങ് ആൻ ആൻസർ ഇറ്റ് വാസ്. 50,000 വന്നു, ആ 50,000 തൊട്ടിട്ടും ഇല്ല, അത് അതിൽ തന്നെ കിടക്കണമുണ്ട്, തലേ ദിവസം ഇത് വരുന്നത്. അതാണ് സത്യത്തിൽ നടന്ന 50,000-ന്റെ കഥ. പിന്നെ ഇപ്പം എന്തായാലും തൃക്കാക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അല്ലേ, FIR രജിസ്റ്റർ ചെയ്തു. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഇയാളിൽ പിന്നെ പറഞ്ഞിരിക്കുന്ന ചാർജസ് ഒന്നും ഇടാതെയല്ലേ കേസെടുത്തിരിക്കുന്നത്? അല്ല, തോന്നുന്നുണ്ടോ ഇത് ഈ ഒരു കേസ് അട്ടിമറിക്കാനും അതുപോലെ വേണുവിനെ പ്രൊട്ടക്ട് ചെയ്യാനും രക്ഷിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന്? തുടക്കം മുതൽ അത് തന്നെയായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സെറ്റ് ഓഫ് പോലീസിൽ എനിക്ക് വിശ്വാസമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇതൊക്കെ പറയണോണ്ട് എനിക്ക് അറിയാം, എനിക്ക് ഹേറ്റ് മാത്രമേ എനിക്ക് വരുള്ളൂ. ഞാൻ ഇപ്പോൾ പോരാടുന്നത് എനിക്ക് ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടോ ഞങ്ങൾക്ക് ഓവർനൈറ്റ് ഫെയിം വരണമെന്നോ ഒരാളെ ഡിമോറലൈസ് ചെയ്യണമെന്നോ ഇതൊന്നുമല്ല ഇൻറ്റൻഷൻ. പോലീസിൻ്റെ കോപ്പറേഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സ്റ്റേജ് ചെയ്തത് കൊണ്ടായിരിക്കാം, കാരണം ഞങ്ങളെ താജ് എപ്പിസോഡ് തൊട്ട് മീഡിയ ഞങ്ങളെ പിന്തുടരുന്നു, അവിടെ എത്തുന്നു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ ഈ പറയുന്ന പോലെ ഒരു സെറ്റ് ടൈമിൽ മീഡിയ താഴെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ മെഡിക്കലിന് കൊണ്ടുപോകുന്നു. അപ്പം ഞങ്ങൾ മീഡിയനെ കണ്ടത് ഞങ്ങൾ മുകളിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ SI ആളുടെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പ്ലീസ് എന്നാ പറഞ്ഞത്, ഞങ്ങൾക്ക് എന്താന്ന് പോലും അറിയില്ല. വി ബെഗ്ഡ് ഹിം, ഞങ്ങളുടെ ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് പോലീസ് റെക്കോർഡ്സിലേക്കാന്ന് പറയുന്നു. എന്നിട്ട് സെയിം ഫോട്ടോ വിത്തിൻ 1 hour ഞങ്ങൾ മെഡിക്കൽ കഴിഞ്ഞ് FIR ആവുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ പറയുന്ന മീഡിയയിൽ ഇതൊക്കെ സർക്കുലേറ്റഡ് ആണ്. ഞങ്ങൾ ജീപ്പിൽ കയറുന്നത്, ഞങ്ങളെ റിമാൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അന്ന് വൈകുന്നേരം വരെ ഞങ്ങളവിടെ വലിച്ച് അവിടെ നിർത്തി. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടുന്ന് കോപ്പറേഷൻ ഇല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിലുള്ള ഹറാസ്മെന്റ്, ഹയർ ഒഫീഷ്യൽ, ഞാൻ നേരത്തെ SI എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു. വന്നിട്ട് വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്തും എൻ്റെ ഭർത്താവിൻ്റെ അടുത്തും സംസാരിച്ചത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം, ഇൻക്ലൂഡിങ് ഫിൽത്തി വേർഡ്സ് അവർ യൂസ് ചെയ്തു. ഞങ്ങൾ അതിനുള്ളിൽ ഞങ്ങൾ കുറ്റവാളികളായോ? വിത്തൗട്ട് എനി പ്രൂഫ്, വിത്തൗട്ട് എനി, അവരുടെ ചെയ്യേണ്ട ഡ്യൂട്ടി ഒന്നും അവർ ചെയ്തിട്ടില്ല. അപ്പോൾ കോടതി ചോദിച്ചല്ലോ, അതിലൊന്നും അവർ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞതിലൊക്കെ അവർക്ക് പിൻവലിക്കാൻ പറ്റുമോ? ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ഹറാസ്മെന്റ് വിച്ച് വി ഫേസ്ഡ് അറ്റ് ദ പോലീസ് സ്റ്റേഷൻ, വേർ ഇൻ ലൈക്ക് വീഡിയോ എവിടെ, ആ ചാറ്റ് എവിടെ, വീഡിയോ എവിടെ, ചാറ്റ് എവിടെ, ഇത് മാത്രമാണ് അവരുടെ മോട്ടീവ്. അപ്പൊ അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദേ ആർ ബിഹൈൻഡ് സംതിങ് എന്നുള്ളത് അറിയാം. ഞാൻ കമന്റ് ചെയ്യുന്നില്ല, കാരണം അതിനുള്ള കേസായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് കമന്റ് ചെയ്യുന്നില്ല. കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പരാതി കൊടുക്കാൻ ട്രിവാൻഡ്രം പോയി, DGP ഓഫീസിൽ പോയി, DCPനെ കണ്ടു, ഇവിടെ ACPനെ കണ്ടു. ഇൻഫോ പാർക്ക് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്തു. ഇൻഫോ പാർക്ക് സ്റ്റേഷനിലാണ് ഞങ്ങൾ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് 4-ാം തീയതി പോകുമ്പോൾ നേരത്ത് ഞങ്ങൾ എത്തി. കാരണം ACP ഓഫീസ് തൃക്കാക്കര ഡയറക്റ്റഡ് ഇവിടേക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു.
അവിടെ കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനിരുന്നപ്പോൾ ആദ്യം എന്താന്ന് ചോദിക്കുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ അടുത്ത് പുച്ഛം. എന്താ അങ്ങനെയാണല്ലോ ഒരു പരാതിക്കാരിന്, അത്രയും അധികം പുച്ഛമായിരുന്നു ആദ്യം. എന്തുകൊണ്ട് 1.5 കൊല്ലം, സെയിം ചോദ്യം. ഇതിനൊക്കെ നമ്മൾ വീണ്ടും ആൻസർ ചെയ്യുന്നു. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഞാനാണ് വിക്ടിം. ഒരു വിക്ടിം XYZ ആരെന്താണെങ്കിലും ശരി, ആ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും നമ്മൾ ആ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുമ്പോൾ എന്ന് അവിടെ പറയുമ്പോൾ അങ്ങനത്തെ ആയിരുന്നു. പിന്നീട് ലോയർ എന്തൊക്കെയോ പറഞ്ഞ് അതൊക്കെ ആക്കിയപ്പോൾ പിന്നെ കുറച്ച് ടോൺ മാറി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൊഴിയെടുക്കാം എന്ന് പറഞ്ഞു. മൊഴിയെടുക്കാൻ അവിടെ ഇരുത്തി 4 വരി പറയണതിനുള്ളിൽ പറയുന്നു, ACP ഓഫീസിൽ നിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ട് മതി മൊഴിയെടുക്കൽ, നിങ്ങളിപ്പോൾ പൊക്കോ, വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വിളിക്കാം. ഇതായിരുന്നു ആദ്യത്തെ. ഞങ്ങൾ അവിടുന്ന് പോയി ഞങ്ങൾ ഹാഫ് വേ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതിന് അവിടെ 7:30 7:30 ഇൻ ദ ഈവനിങ് വിളിക്കുകയാണ്, മൊഴിയെടുക്കാൻ ഇപ്പം വരണം. എന്നിട്ട് ഞങ്ങൾ തിരിച്ചും എത്തി. 8:30 8:40 ആയി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ 8:45 മൊഴിയെടുക്കാൻ തുടങ്ങി. 8:45 മൊഴിയെടുക്കാൻ തുടങ്ങുമ്പോൾ ആ മാഡം, അവിടെ ഇരിക്കുന്ന മാഡം പകുതി പറയുന്നത് ചുരുക്കി പറയൂ. അപ്പൊ എനിക്ക് 1.5 കൊല്ലത്തെ സ്റ്റോറി ഓഫ് മൈ ഹറാസ്മെന്റ്സ് ഞാൻ റെക്കോർഡിക്കലാക്കാനാണ് ഞാനൊരു മൊഴി കൊടുക്കാൻ പോകുന്നത്. ദേ ഡോണ്ട് ഹാവ് ഒരു ലിസണിങ് ഇയർ പോലും ഇല്ല. നമ്മളെ കാണുന്ന മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ചുരുക്കി പറയൂ. ഞാൻ പറഞ്ഞു ചുരുക്കി പറയാൻ പറ്റില്ല മാഡം, ഓരോ ഇൻസ്റ്റൻസസ് എനിക്ക് പറയണ്ടേ. കംപ്ലൈന്റ് തന്നെ അറൌണ്ട് 4-5 പേജസ് ആണ്. ഞാൻ കംപ്ലൈന്റ് ആയിട്ടാണല്ലോ നമ്മൾ പോവുക. അത് തന്നെ 4-5 പേജസ് ആണ്. അത് ഇംഗ്ലീഷിലാണ് എഴുതിയേക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷിൽ കൺവേഴ്സ് ചെയ്യാനാണ് എളുപ്പം. ഞാൻ എഴുതിയേക്കുന്നത് അതിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാനത് പറയാനൊന്ന് അനുവദിക്കൂ. അപ്പോൾ പറയുന്നത് ചുരുക്കി പറയുന്നേ. ചുരുക്കി പറയുമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴും ഒരുമാതിരി പുച്ഛം. ഈ പറയുന്ന പോലെ പകുതി വെൻ ഐ മെൻഷൻ അബൌട്ട് എ ത്രീസം, ഞാനാണ് അവർക്ക് എഴുതി കൊടുത്തത്, ഇതാണ് സാധനം. ഐ അണ്ടർസ്റ്റാൻഡ്, ചിലവർക്ക് അത് മനസ്സിലാവില്ല എന്താണ്, പക്ഷെ എന്നാലും എന്താണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കണ്ടേ. ഞാൻ അണ്ടർഗോ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞാൻ ചുരുക്കി പറയാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പറയുന്നത് ഇതെല്ലാം ഒന്നും നമുക്ക് എഴുതാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഈ 1.5 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്താണ് ഇത്രയും വലിയ ഒരു ഇത്? ഇതിനിടയിൽ കൂടെ ആ ലേഡിയും ആ വേറൊരു ഓഫീസറും വന്നു. എന്നിട്ട് ചിരിച്ചോണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിട്ടാണ് പറയുന്നത്, ഇത്രയേ ഉള്ളൂ, ഇതല്ലാത്ത ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ, ഇതിനാണോ ഒരു കംപ്ലൈന്റ്, ഒരു FIR, ഇതിനൊക്കെയാണോ? ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന എക്സാക്ട്ലി ഡിസ്കറേജും പറയുന്നതും നമ്മൾ വി ആർ നോട്ട് വെൽക്കം എന്നാണ് പറയുന്നത്. അവര് ദേ ആർ സീയിങ് ഇറ്റ് ആസ് ഞാനൊരു കൗണ്ടർ പരാതിയായിട്ട് വന്ന പോലെയാണ് അവരെന്നെ കാണുന്നത്. ഞാനൊരു കൗണ്ടർ പരാതി ആയിട്ടല്ല പോയിരുന്നേ. ഞാൻ അതിന്റെ തലേ ദിവസം ഞാൻ ഈ കംപ്ലൈന്റ് കൊടുക്കാനാണ് ഞാൻ പോയിരുന്നത്. അപ്പോഴാണ് ഇത് ഈ നാടകം മുഴുവൻ ഉണ്ടായത്. ഇത് ഞാൻ ആദ്യം കൊടുത്തില്ല, അതെന്റെ തെറ്റ്. അപ്പോൾ ഇത് കൊടുത്തു. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അന്ന് ഇറങ്ങിയത് 1:30-ക്കാണ്. 1:30 മണി വരെ അവരെന്നെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. ഏർലി മോർണിംഗ് 1:30-ക്ക് ഞാൻ എന്നിട്ട് ഞങ്ങൾ വീട് എത്തിയത് 3:30-4 മണി സമയത്താണ്. അപ്പോഴും ഞങ്ങൾ FIR ഞങ്ങൾക്ക് എപ്പോഴാണ് തരിക, ഇത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10 പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമ്പർ റിങ് ചെയ്യുന്നു, എടുക്കുന്നില്ല, ഇതാവുന്നില്ല. ഫൈനലി 4 മണി 4:30 കൂടിയിട്ടാണ് ഞങ്ങൾക്കൊരു FIR തന്നെ കിട്ടിയത്. ആ FIR നോക്കിയാലോ, ഈ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചാർജസും അതിലില്ല. അപ്പോൾ അത് പിറ്റേ ദിവസം ലോയറായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഈ പറഞ്ഞ ചാർജസ് ഒന്നും അതിലില്ല. ഈവൻ ഐ ആം അവെയർ ഓഫ് ദ ചാർജസ്. കാരണം എനിക്കറിയാം ഇത് എന്തിനാണ് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ അണ്ടർഗോ ചെയ്ത ട്രോമയ്ക്കുള്ള ചാർജസ് ആണല്ലോ അതിൽ വരണ്ടേ, അതിനാണല്ലോ ഞാൻ എൻ്റെ മൊഴി എടുക്കുന്നത്. അവിടെ പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും 4 മെയിൽ അയച്ചു ഈ പറഞ്ഞ ഒഫീഷ്യൽസിനൊക്കെ, സ്റ്റേറ്റിംഗ് ദാറ്റ് വി ആർ നോട്ട് ഹാപ്പി വിത്ത് ദ ചാർജസ് വിച്ച് ആർ. കാരണം ഇതൊരു സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി പോകാൻ പറ്റിയ ഒരു സാധനം മാത്രമാണ്. കംപ്ലീറ്റ്ലി ഫേവറിങ് വേണു. ഇപ്പൊ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും അഗെയിൻസ്റ്റ് ചാർജ് ചെയ്തത് അവര് കറക്റ്റ് ഒരു നോൺ ബെയിലബിൾ ഒരു ഇത് മാത്രമായിരുന്നു. വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് എക്സ്റ്റോർഷൻ എന്തോ ഒരു സെക്ഷൻ ക്ലോസ് ഇത്, സോ ദാറ്റ് ലൈക്ക് വി ഡോണ്ട് ഗെറ്റ് എ ബെയിൽ. അതുപോലെ തന്നെ ഇവിടെയും അവരുടെ കൺവീനിയൻസിന്, അതുകൊണ്ടാണ് ഈ ബൈയിങ് ടൈം ഞങ്ങളെ സ്ട്രെച്ച് ചെയ്യുക, ഉച്ചയ്ക്ക് സ്ട്രെച്ച് ചെയ്യുക, വളരെ എവിഡൻ്റ് ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മെയിൽ അയക്കുന്നു. ഈ 4 സ്ഥലത്തു നിന്നും ACP തൃക്കാക്കരയിൽ മാത്രം ഒരു അക്നോളജ്മെന്റ് റെസീറ്റ് വരുന്നു. എന്നിട്ട് അവിടെ നിന്നും ഇതൊക്കെ ആയിട്ടും കോളൊന്നും ഇല്ല. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. ACP തൃക്കാക്കര സ്റ്റേഷൻ, ACP സാർ ഇല്ല. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട് ഓഫീസറിൻ്റെ അടുത്ത് കാര്യം പറയുന്നു. എന്നിട്ട് പറയുന്നു ഈ ലേഡി ആയിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യാൻ റെഡി അല്ല ഞങ്ങൾക്ക്. അപ്പോൾ വീണ്ടും അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്നാണോ? ഞാൻ പറഞ്ഞു അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ല. അതിന് മുമ്പ് ഒരു എപ്പിസോഡ് ഉണ്ടായി. ഈ ലേഡി ഈസ് കോളിംഗ്, എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് വളരെ മോശമായ ട്രീറ്റ്മെന്റ്, ആദ്യം മൊഴി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്, ഞാൻ ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് പറ്റി മാഡം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതിൽ എന്തൊക്കെ സെക്ഷൻസും കൂടി എനിക്ക് ഏറ്റണ്ടേ. ടോൺ ഇങ്ങനെയാണ്, എന്തൊക്കെ സെക്ഷൻ. ഞാൻ പറഞ്ഞു ഞാനല്ലല്ലോ സെക്ഷൻ ഇടേണ്ട ആള്,
ദാറ്റ് ഇസ് വോട്ട് അവരുടെ ഡ്യൂട്ടിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ എൻ്റെ ലോയറിനെ വിളിച്ചിട്ട് ഞാൻ വിളിക്കാം മാഡം, ഈ ഒരു ലൈനാണ് ഞാൻ പറഞ്ഞത്. ലോയറുടെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടല്ല വിളിച്ചേക്കുന്നത്, എന്ത് സെക്ഷൻ ആഡ് ചെയ്യണമെന്ന് പറയൂ. ഈ ലേഡി അതൊരു വെറും സിവിൽ പോലീസ് അതെ അതെ അവര് അതെ അതെ ഞാൻ പേര് ഇപ്പോൾ പറയുന്നില്ല വെറുതെ ഇതാവേണ്ട പറഞ്ഞിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്ന സ്ഥലത്ത്. ബിക്കോസ് എനിക്ക് ഐ ഡോണ്ട് വോണ്ട്, എനിക്ക് പേഴ്സണലി അവരും ഇതിലൊക്കെ ട്രാപ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ എടുത്ത് ഞാൻ എന്തായാലും ചുരുക്കത്തിൽ ഇയാളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ മീഡിയയിൽ എവിടെയാ ഇല്ലാത്ത. ഇതൊന്നും പോരാണ്ട് ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷവും കണ്ടിന്യൂസ് ആയിട്ട് ത്രെറ്റ്സ് കണക്ടിങ് ടു അതർ പീപ്പിൾ, ഞങ്ങളുടെ ചുറ്റുമുള്ള പീപ്പിൾ. ഇമോഷണലി ഹറാസ്മെന്റ്, സെക്ഷൽ ഹറാസ്മെന്റ് പോരാണ്ട്, ത്രട്ടനിങ് പോരാണ്ട്, കൊയേഷൻ പോരാണ്ട്, ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഒരാൾ FIR ചാർജ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് വേണു. ബെയിൽ 18th വെച്ചേക്കാണ്, നോട്ട് ടു അറസ്റ്റ് കൊടുത്തു. ആൾക്ക് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്ന് പറ്റിയ ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മോൻ ഓസ്ട്രേലിയയിലാണ്, എൻ്റെ മോൻ്റെ കൂടെ ഒരു റൂംമേറ്റ് ഉണ്ട്. ആ റൂംമേറ്റിനെ കണക്ട് ചെയ്തിട്ട് ത്രട്ടനിങ് കോൾസ്. അത് തന്നെ ഇവരുടെ തന്നെ ഒരു ജൂനിയർ ലോയർ, വേണുവിൻ്റെ തന്നെ ലോയറിൻ്റെ ഒരു ജൂനിയർ, ഈ കുട്ടിയുടെ ഒരു കസിൻ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം പിൻവലിക്കണം, ഞാൻ കേസ് പിൻവലിക്കണം എന്നുള്ള ഒരു ഒറ്റ മോട്ടീവേ ഉള്ളൂ. ഞാൻ അതിൻ്റെ റെക്കോർഡിങ്ങും ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ സംസാരിച്ചതിൻ്റെ റെക്കോർഡിങ് ആ കുട്ടി എന്നെ വിളിച്ച് പറയണത്. ആ കുട്ടിക്ക് എൻ്റെ അടുത്ത് കുറച്ച് നന്ദിയുണ്ട്. ബിക്കോസ് ഞാൻ ആ കുട്ടിക്ക് അത്യാവശ്യം കുറച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോൻ ചെറുപ്പം തൊട്ട് 7ാം ക്ലാസ് തൊട്ട് ആ കുട്ടിയും അവനും ഫ്രണ്ട്സാണ്. ഇവരെ എമോഷണലി ഹറാസ് ചെയ്യുന്നത് ശരിയാണോ? 22 വയസ്സായ കുട്ടികളാണ് ഗെറ്റിംഗ് ഇൻ ടു ഒരു സെക്ഷുവൽ ഒരു സാധനം ഇൻവോൾവ് ചെയ്യുന്ന ഒരു കണ്ടന്റിലേക്ക്, ഇതിലേക്ക് അവരെ. ഇതും പോരാണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ എക്സ് വൈഫിനെ ഓഫീസിലത്തെ തന്നെ ഈ ലിറ്റ്മസ് 7 എന്ന സ്ഥാപനത്തിൽ, ഇപ്പം എക്സ് എംപ്ലോയി ആണോ എന്ന് എനിക്കറിയില്ല, കാരണം അതിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. നീതു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംപ്ലോയിനെ കൊണ്ട് വേണു എക്സ് വൈഫിനെ കണക്ട് ചെയ്യിപ്പിച്ച്, ആ കുട്ടി ലണ്ടനിലാണ്, എല്ലാവരുടെയും മനസമാധാനവും ഞങ്ങളെങ്ങനെ തെറ്റിക്കാം, ഞങ്ങളെ എങ്ങനെ ഇതിന്ന് പിൻവാങ്ങിപ്പിക്കാം എന്നുള്ളൊരു മോട്ടീവാണ്. എന്നിട്ട് വേണു തന്നെ ഈ കുട്ടീനെ വിളിച്ചേക്കാണ്, ഈ എക്സ് വൈഫിനെ വിളിച്ചേക്കാണ്. അതിന്റെ പ്രൂഫും ഞാൻ തരാം. ചാറ്റ് ചെയ്തിട്ടുണ്ട്, കോള് വിളിച്ചിട്ടുണ്ട്, കോളുടെ ഡ്യൂറേഷൻ ഇതൊക്കെ ഞാൻ തരാം. ഇതൊക്കെ എല്ലാം സഹിക്കാം. ഞങ്ങളുടെ കൂടെയാണ് എൻ്റെ ഹസ്ബൻഡിന്റെ മോൻ, ഞങ്ങൾക്കാണ് കസ്റ്റഡിയൻഷിപ്പ് ആ കുട്ടി തിരിച്ചെടുക്കണം ഈ ഒരു കാരണം കൊണ്ട് എന്ന് വരെ അടക്കം വിളിച്ചു പറഞ്ഞു. അപ്പോ ബാക്കിയൊക്കെ പോട്ടെ, ഈ മെറിറ്റൽ പോട്ടെ, മറ്റേത് പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പറയുന്ന കഥകൾ ഈസ് അഗൈൻ ഡീഫെയിമിങ് മീ. ഇങ്ങനെ ഒരു ബെയില് കിട്ടാൻ നിൽക്കുന്ന ഒരു ഇതിലും ഇത്രയും കൂളായിട്ട് ഇദ്ദേഹത്തിന് ബെയില് കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ബെയില് കിട്ടാൻ അവർ ശ്രമിക്കുമല്ലോ. അവർക്കിപ്പോ എന്താ, വളരെ ഈസി, വളരെ തുച്ഛമായ ചാർജസ് അല്ലേ ഇട്ടിട്ടുള്ളൂ, എനിക്കിപ്പോ ബെയില് കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടാവുമല്ലോ. കിട്ടിക്കോട്ടെ, ബെയില് കിട്ടിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. ബെയില് കിട്ടാണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് കോൾസ്, ഇവിടേക്ക് കോൾസ്, ഹസ്ബൻഡിന്റെ കസിന് ചെന്നൈയിൽ പോയിട്ട് ഇവരുടെ വ്യക്തികൾ കാണുന്നു. ഇതിനെ എങ്ങനെ നമുക്ക് ഞങ്ങളെ എങ്ങനെ ഇതൊന്ന് പിൻവലിപ്പിക്കാം, യൂസിങ് ത്രെറ്റ്. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നും സപ്പോർട്ട് സിസ്റ്റം ഇദ്ദേഹത്തിന് പണമുണ്ട്, എല്ലാ തരത്തിലുള്ള സ്വാധീനം ചെലുത്താനുള്ള കഴിവുമുണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. അതെല്ലാം ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. വളരെയധികം ഞങ്ങൾക്ക് തെളിവാണ്. എന്തായിരിക്കും കേസിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇല്ല, ഞങ്ങൾക്ക് ഇപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാഠം കിട്ടിയപ്പോൾ ഇനി ആകെ കൂടെ എനിക്കുള്ള ഓൺലി ലെഫ്റ്റ് ചോയ്സ് ഇസ് ട്രസ്റ്റിംഗ് ജുഡീഷ്യറി, മജിസ്ട്രേറ്റിന് മുന്നിൽ പോയിട്ട് മൊഴി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അല്ല, സത്യത്തിൽ ഇങ്ങനെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതല്ലേ, രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടതല്ലേ? അത് പിന്നെ പോലീസാണ് കോടതിയിൽ ഫോർവേഡ് ചെയ്യേണ്ടത്. അതും ഉണ്ടായിട്ടില്ല. ഇല്ല, ഒന്നുമില്ല. എവിടെന്നും എല്ലാ സ്ഥലത്തുനിന്നും ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ മണി, പവർ, ഇൻഫ്ലുവൻസ്, ഇതിന് 2 തല വാളാണ്. നല്ലതിനും ഉപയോഗിക്കാം, പൊട്ടയ്ക്ക് ഉപയോഗിക്കാം. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരൊക്കെ ഇങ്ങനെ ഒരു കാര്യം ഒരു 5 നിമിഷം കൊണ്ട് ഞങ്ങളുടെ ലൈഫ് ഒരു 100 ഒന്നും ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 50 ഒക്കെ എത്തിയാൽ ഞങ്ങൾ 0 എന്ന് നെഗറ്റീവിലേക്ക് വലിച്ചിട്ടില്ലേ. ഇതിൽ ഞങ്ങളുടെ കുഞ്ഞു മക്കളില്ലേ. ഞങ്ങൾ ചിന്തിച്ചത് എന്താ, ഞാൻ ചിന്തിച്ചത് എന്താ, വേണുവിന് അഗേൻസ്റ്റ് ഒരു കംപ്ലൈന്റ് വെറുതെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ മോൻ സഫർ ചെയ്യും, ആളുടെ വൈഫ് സഫർ ചെയ്യും, അവിടുത്തെ അത്രയും ഓർഗനൈസേഷനിൽ
ആൾക്കാർ സഫർ ചെയ്യും. ഇതൊക്കെ ഞാൻ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. ഇദ്ദേഹം ഇപ്പൊ അബ്സ്കോണ്ടിങ് ആണോ? ഇപ്പം ഓഫീസിലൊന്നും വരുന്നില്ലേ? എനിക്കറിയില്ല, കാരണം ഞാൻ ടച്ചിലല്ലോ, എനിക്കറിയില്ല. ഞാൻ ഒഫീഷ്യലി ഞാൻ ഇരിക്കും വരെ എനിക്ക് അറിയായിരുന്നു. ഇത് കേസ് വന്നതിന് ശേഷം ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ? ഇല്ല, വിളിയൊന്നുമില്ല. എന്നെ വിളിയില്ല. എനിക്ക് ചുറ്റുമുള്ള ആരൊക്കെ പറ്റോ അവരൊക്കെ വിളിച്ച് ഉള്ള കോൺവെർസേഷൻസും ഇൻവോൾവിങ് ഹിസ് ഓൺ സ്റ്റാഫ് ഇൻ ടു ദിസ് ഷിറ്റി തിങ്. ഇത് ഒരു CEO ഇത്രമാത്രം അതമ്പതിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓപ്പണായിട്ട് കൺഫ്രണ്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യുക. ഇദ്ദേഹത്തിന്റെ ഈ വലയിൽ വീണ സ്റ്റാഫ് ഈ ലിറ്റ്മസിലുണ്ട് ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട്. കോപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്, ഈ കേസ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഫിയർ, മണി പവർ ഇൻഫ്ലുവൻസ് ഫിയർ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഈ മണി പവർ ഇൻഫ്ലുവൻസിന് ഫിയറും ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പറയാൻ പറ്റും. വോയിസ് ഔട്ട് ചെയ്യണം എന്നുള്ളവര് വോയിസ് ഔട്ട് ചെയ്യും എന്നാണെങ്കിലും, ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആരെങ്കിലും വോയിസ് ഔട്ട് ചെയ്യുമോ? ഞാൻ എൻ്റെ ഒരു ചെറിയ ശബ്ദം ഉയർത്തി എന്നുള്ളതിന് എന്നെ ഇപ്പോൾ ഒരു ഹണി ട്രാപ്പിലാക്കി എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ ഫാമിലിനെയും എല്ലാത്തിനെയും നശിപ്പിച്ച് ഇങ്ങനെ ആയവര്, നിങ്ങൾ തന്നെ പറയൂ, നമ്മുടെ ഒരു സിസ്റ്റം ശരിയാണോ? സിസ്റ്റം ശരിയാണോ? ഒരാൾ വോയിസ് ഔട്ട് ചെയ്യോ? ഇനി ഇങ്ങനെ ഒരു ഇൻസ്റ്റൻസും കൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഔട്ട് ചെയ്യോ? ഒരാളും ചെയ്യില്ല, ചെയ്യാൻ പറ്റില്ല, അവർ സമ്മതിക്കില്ല. എന്തായാലും you have decided to fight, അല്ലേ? I will fight, not for me but for my family, for my children. എനിക്ക് അത് ഫൈറ്റ് ചെയ്തേ പറ്റൂ. ആൻഡ് ഈ ട്രൂത്ത് ഐ വിൽ മേക്ക് ഷുവർ. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് വിൽ കം ഔട്ട്. അത് എത്ര കൊല്ലം എടുത്താലും ശരി. ഇനിയിപ്പോൾ ഇത് വലിച്ചു നീട്ടി ഇതൊരു കേസാക്കി എത്ര കൊല്ലം ആണെങ്കിലും ശരി, ഇപ്പോഴും ഞാൻ പറയുന്നു, വേണു ഹാസ് 2 sides. അതർ സൈഡാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് എനിക്കിപ്പോൾ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്നെ അങ്ങനെ പീഡിപ്പിച്ചു, ഇങ്ങനെ പീഡിപ്പിച്ചു, ഈ കഥകളൊന്നുമല്ല. ഞാനിപ്പോൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് തന്നെയാണ് പറയുന്നത്. ഈ സമൂഹത്തിൽ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിന്നാലും പ്രശ്നമാണ്, അബലയായിട്ട് നിന്നാലും പ്രശ്നമാണ്. ഇതിൽ ഏതിലാണ് ഒരു റൈറ്റ് ഇക്വേഷൻ നമ്മുടെ മൈൻഡ് സെറ്റും മെന്റൽ സ്ട്രെങ്ത്തും വെച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകുന്ന അറിയില്ല. എല്ലാ എവിഡൻസസും ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഫോണിലുണ്ട്, കോടതി കസ്റ്റഡി. യെസ്, ഡിജിറ്റൽ റെക്കോർഡ്സ് എല്ലാം കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്.